വിൻഡോസിൻ്റെ സ്റ്റാർട്ട് മെനു ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ റൺ എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് താഴെ കാണുന്ന റണ്ണിൻ്റെ ഐക്കൺസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ ഈ കാണുന്ന വിൻഡോയിൽ MS കോൺഫിഗർ എന്ന് സ്ക്രീനിൽ കാണുന്ന പോലെ ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ കാണുന്ന മെനുവിൽ നിന്ന് ബൂട്ട് സെലക്ട് ചെയ്തിട്ട് താഴെ കാണുന്ന അഡ്വാൻസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണുന്ന ഈ ബൂട്ട് അഡ്വാൻസ് ഓപ്ഷനിൽ നമ്പർ ഓഫ് പ്രൊസസ്സറിൽ മാക്സിമം എത്ര പ്രൊസസ്സർ ഉള്ളത് അത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന ആ സെയിം വിൻഡോയിൽ തന്നെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം സ്റ്റാർട്ടപ്പ്. ഈ സ്റ്റാർട്ടപ്പിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ദി ടാസ്ക് മാനേജർ എന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വിൻഡോയിൽ കാണുന്ന പോലെ നിങ്ങളുടെ കമ്പ്യൂട്ടറിലും ഒരുപാട് ആപ്ലിക്കേഷൻസ് എനേബിൾ ആയി കിടക്കുന്നുണ്ടാവും. ആ എനേബിൾ ആയ എല്ലാ ആപ്ലിക്കേഷൻസും നമ്മൾ കമ്പ്യൂട്ടർ ഓപ്പൺ ആകുമ്പോൾ ബൂട്ടായിട്ട് അത് ഫുള്ള് ബൂട്ടായിട്ടായിരിക്കും കമ്പ്യൂട്ടർ ഓൺ ആകുക. ഒരുപാട് സമയം എടുക്കും അത് കമ്പ്യൂട്ടർ ഓണായി വരാൻ. അപ്പോൾ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് നമ്മൾ ഡിസേബിൾ ആയി. ഞാൻ ഡിസേബിൾ ചെയ്യുന്ന പോലെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഏതാണ് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തിട്ട് അത് ഡിസേബിൾ ചെയ്യും. ഓരോന്ന് നോക്കിയിട്ട് ഐറ്റംസ് ഒന്നും നമുക്ക് കമ്പ്യൂട്ടർ ഓൺ ആകുമ്പോൾ ഇത് വേണ്ട ആവശ്യമില്ല, അപ്പോൾ അത് ഡിസേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഡൗൺലോഡ് മാനേജർ, ടീംസ്, ഷെയർ പോയിൻ്റ്, ഓൺ ഡ്രൈവ്, അങ്ങനെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എന്താണ് കാണുന്നത് അതൊക്കെ മാക്സിമം ഡിസേബിൾ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ വിൻഡോ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് അപ്ലൈ ക്ലിക്ക് ചെയ്യുക, യെസ് അമർത്തുക. എന്നിട്ട് ഓക്കെ കൊടുത്തിട്ട് ഈ വിൻഡോ എക്സിറ്റ് വിത്തൗട്ട് റീസ്റ്റാർട്ട് കൊടുക്കുക. എന്നിട്ട് നേരെ ദിസ് PC എന്നുള്ളിടത്ത് അതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുക. പ്രോപ്പർട്ടി സെലക്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ വരും. അതിൽ മാക്സിമൈസ് ചെയ്തിട്ട് അഡ്വാൻസ് സിസ്റ്റം സെറ്റിംഗ്സ് എന്ന് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വേറൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ അഡ്വാൻസ് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് കാണും. അതിൽ മൂന്നാമത്തെ ഓപ്ഷനായ അഡ്ജസ്റ്റ് ഫോർ ബെസ്റ്റ് പെർഫോമൻസ് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് ജസ്റ്റ് അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇത് വീണ്ടും ഒരു ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഈ വിൻഡോ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ റൺ എന്ന് ടൈപ്പ് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ടൈപ്പ് ചെയ്ത് അതുപോലെ തന്നെ റൺ ടൈപ്പ് ചെയ്തിട്ട് റൺ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇതിൽ നമ്മൾ MS കോൺഫിഗർ ഡിലീറ്റ് ചെയ്തിട്ട് അതിൽ ടെമ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ എനിക്ക് ഒരുപാട് ഫയൽസിൻ്റെ ടെമ്പ് ഫയൽ കാണും, അത് ഫുള്ള് ഡിലീറ്റ് ചെയ്യുക. നമ്മൾ ആദ്യം വർക്ക് ചെയ്ത ഡാറ്റയുടെ ടെമ്പ് ഫയൽസ് ആണത്, അതൊന്നും നമുക്ക് ആവശ്യമില്ല. അതൊന്ന് ഫുള്ള് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് സ്കിപ്പ് അടിക്കുക. അപ്പോൾ ക്ലോസ് ചെയ്ത് വീണ്ടും ഇതുപോലെ തന്നെ വിൻഡോ മെനുവിൽ വരിക, റൺ ടൈപ്പ് ചെയ്യുക, റൺ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് പെർസെൻറ്റേജ് ലാസ്റ്റിലെ പെർസെൻറ്റേജ് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫയൽസ് കാണാം. ഇത് അൺവാണ്ടഡ് ഫയൽസ് ആണ്. അപ്പോൾ നമ്മൾ ഇത് ഫുൾ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ഓൾ കൊടുക്കുക, ഡിലീറ്റ് എടുക്കുക. ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിൻഡോ ക്ലോസ് ചെയ്തിട്ട് ഇതിൽ റെഡ് ടു നോട്ട് ദിസ് ഓൾ കറണ്ട് ഐറ്റംസ് ക്ലിക്ക് ചെയ്തിട്ട് സ്കിപ്പ് അടിച്ചിട്ട് പോകാം. ഇതിങ്ങനെ വരാൻ കാരണം നമ്മൾ ഓൾറെഡി ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആക്കി അതിൻ്റെ ഒരു ഫയൽ ഇതിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തിട്ട് ചെയ്തപ്പോൾ അത് ഫുള്ള് ഡിലീറ്റ് ആയി പോകും. ക്ലോസ് ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ട് മെനു ക്ലിക്ക് ചെയ്യുക, റൺ ടൈപ്പ് ചെയ്യുക, റൺ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾ റീസെൻ്റ് എന്ന് കൊടുക്കുക. റീസെൻ്റ് കൊടുത്തിട്ട് ഓക്കെ ടൈപ്പ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ വർക്ക് ചെയ്ത എല്ലാ ഫയൽസിൻ്റെയും ഒരു ബാക്ക്ഗ്രൗണ്ട് ഫയൽസ് ആണ് ഇത് ഫുള്ള് നമുക്ക് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. പിന്നെ മൊത്തത്തിൽ ഡിലീറ്റ് ആയി പോകും. റീഫ്രഷ് അടിച്ചാൽ ഡിലീറ്റ് ആയിട്ടുണ്ടാവും. ഇനി വിൻഡോ ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഡെസ്ക്ടോപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിൽ റീസൈക്കിൾഡ് എന്ന് പറഞ്ഞ ഒരു ഐക്കൺ കാണാൻ കഴിയും. ആ ഐക്കൺ സെലക്ട് ചെയ്തിട്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷനായ എം ടി റീസൈക്ലിംഗ് കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് യെസ് അമർത്തുക. അപ്പോൾ റീസൈക്ലിബിലുള്ള എല്ലാ ഫയൽസും ഡിലീറ്റ് ആയി പോകുന്നതാണ്. എന്നിട്ട് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുക. കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്ത് കമ്പ്യൂട്ടർ ഓൺ ആയി വരുമ്പോൾ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ബൂട്ടിംഗ് സ്പീഡ് ചേഞ്ച് ആയത്, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസ് ചേഞ്ച് ആയതൊക്കെ നിങ്ങൾക്ക് തന്നെ ഫീൽ ആവും. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ കാണാം. ബൈ ബൈ.